ബോർഡ് കോർപ്പറേഷൻ സ്ഥാനത്തെ ചൊല്ലി UDF-ൽ തർക്കം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ബോർഡ് കോർപ്പറേഷൻ അധ്യക്ഷ പദവികളെ സംബന്ധിച്ച് UDF-ലും കോൺഗ്രസിലും തർക്കം മുറുകുന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവിക്കായി ദീപ്തി മേരി വർഗീസും മുൻ MLA ഐഷ പോറ്റിയും രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്നും മാറി നിന്ന കെ ബാബു ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെന്റ് അതോറിറ്റി അധ്യക്ഷനാകാൻ ചരടുവലി ശക്തമാക്കി. കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുപോലെ ഭരണപരിഷ്കാര കമ്മീഷനായി അവകാശവാദം ഉന്നയിക്കുന്നതും മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്നു. മുതലപ്പുഴയിൽ കടലിൽ കാണാതായ വിഴിഞ്ഞം സ്വദേശി ഷിജിനായുള്ള തെരച്ചിൽ ദൗത്യം അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് വീണ്ടും അനിശ്ചിതത്വത്തിലായി. തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികളുടെ സഹകരണത്തോടെ പുലർച്ചെ 5:30 തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന സർക്കാർ ഉറപ്പ് പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു. നിശ്ചിത സമയത്ത് മത്സ്യത്തൊഴിലാളികൾ ബോട്ടുകളുമായി എത്തിച്ചേർന്നുവെങ്കിലും കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താതിരുന്നതാണ് ദൗത്യം വൈകാൻ കാരണം. ഹിമാചൽ പ്രദേശിൽ സ്വകാര്യ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 8 പേർക്ക് ദാരുണാന്ത്യം. 10ഓളം പേർക്കാണ് പരിക്കേറ്റത്. ബൈരാഗണ്ഡിൽ നിന്ന് ചമ്പയിലേക്ക് പോവുകയായിരുന്ന ശർമ്മ ബസ് സർവീസിന്റെ വാഹനമാണ് ചമ്പ ജില്ലയിലെ ദേവികോത്തി പ്രദേശത്ത് ചലഞ്ചുമോറിന് സമീപം അപകടത്തിൽപ്പെട്ടത്. അപകട സമയത്ത് 18 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ ദേശീയ ഗീതമായ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. വന്ദേമാതരം നിർബന്ധമാക്കാനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശത്തിന് പിന്നാലെയാണ് ചീഫ് സെക്രട്ടറി തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച് കത്ത് കൈമാറിയത്. സംസ്ഥാന ഗീതത്തിന് ശേഷം ദേശീയ ഗീതമായ വന്ദേമാതരവും തുടർന്ന് ദേശീയ ഗാനവും എന്ന ക്രമത്തിലായിരിക്കും ഇനി ആലാപനം. ബംഗളൂരു മൈസൂരു എക്സ്പ്രസ് വേയിൽ KSRTC സൂപ്പർ ഡീലക്സ് ബസ് അപകടത്തിൽപ്പെട്ട് 2 മലയാളി ജീവനക്കാർ മരിച്ചു. ബസ്സിലുണ്ടായിരുന്ന 20ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. ഡ്രൈവർ കോഴിക്കോട് സ്വദേശി ബിജിലേഷ്, കണ്ടക്ടർ NM അരുൺ എന്നിവരാണ് മരണപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട യാത്രക്കാരിൽ 4 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. പാവപ്പെട്ട ജനവിഭാഗങ്ങളെ പൂർണ്ണമായി അവഗണിക്കുന്ന നിലപാടിൽ നിന്ന് UDF സർക്കാർ ഉടനടി പിന്മാറണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. കർഷക തൊഴിലാളികളോടും മത്സ്യത്തൊഴിലാളികളോടും സർക്കാർ കാട്ടുന്നത് ക്രൂരമായ നിഷേധാത്മക നിലപാടാണ്. KSRTC ബസ്സിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് മന്ത്രി CP ജോൺ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലാണ് സംസാരിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. ലോകശ്രദ്ധയാകർഷിച്ച ആലപ്പുഴ വേമ്പനാട് കായൽ കാണുവാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടുംബാംഗങ്ങളുടെ സന്ദർശനം. ട്രംപിന്റെ മകൾ ടിഫനി, ട്രംപിന്റെ ഭർത്താവും പ്രമുഖ വ്യവസായിയുമായ മൈക്കൽ വിലോസും ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോറും ഉൾപ്പെടുന്ന സംഘമാണ് ശനിയാഴ്ച വേമ്പനാട്ട് കായലിന്റെ മനോഹാരിത ആസ്വദിക്കാനെത്തിയത്. പോലീസിനെ വെല്ലുവിളിച്ച് ഒളിവിൽ തുടരുന്ന അർജുൻ ആയങ്കിയുടെ സാന്നിധ്യം മലപ്പുറം എടപ്പാളിൽ സ്ഥിരീകരിച്ചു. ഇവിടുത്തെ ഒരു ഹോട്ടലിൽ ആയങ്കി ഭക്ഷണവും ചായയും കഴിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിനിടെ ഇയാൾക്ക് ഒളിത്താവളം ഒരുക്കാനും സഹായങ്ങൾ ചെയ്യാനും മുന്നിൽ നിന്ന 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂർ DYSP AM സിദ്ദിഖിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മിന്നൽ പരിശോധന. ഇന്ത്യൻ അത്ലറ്റിക്സിന് വീണ്ടും അഭിമാന നിമിഷം സമ്മാനിച്ച് യുവതാരം ആശിഷ് യാദവ്. US-ലെ റൈഗോണിൽ നടക്കുന്ന ലോക അണ്ടർ-20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ ജാവലിൻ ത്രോയിലാണ് ആശിഷ് വെള്ളി മെഡൽ കരസ്ഥമാക്കിയത്. 74.09 മീറ്റർ ദൂരത്തേക്ക് ജാവലിൻ പായിച്ചാണ് താരം ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ദിഗ്ഗജ താരം നീരജ് ചോപ്രയ്ക്ക് ശേഷം ഈ വിഭാഗത്തിൽ മെഡൽ അണിയുന്ന ആദ്യ ഇന്ത്യൻ താരമായി ആശിഷ് മാറിയിരിക്കുകയാണ്. സവർക്കർ ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന സ്കൂൾ ക്വിസ് ചോദ്യപേപ്പർ വിവാദത്തിൽ മഞ്ചേശ്വരം ഉപജില്ലയിൽ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിലെ ചോദ്യവും ഉത്തരസൂചികയും വൻ വിവാദമായത്. സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചുള്ള ചോദ്യപേപ്പറിൽ സംഘപരിവാർ അജണ്ട തിരികെ കയറ്റാൻ ശ്രമിച്ചെന്ന ആരോപണവുമായി വിവിധ അധ്യാപക സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും രംഗത്തെത്തി. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനൽ, വാട്സ്ആപ്പ് ചാനൽ എന്നിവ സന്ദർശിക്കുക.